എനിക്ക് ഉണക്കമീൻ ചക്ക ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എവിടുന്നെങ്കിലും ചക്ക കിട്ടിയിരുന്നെങ്കിൽ. ചക്കയും കവിതയ്ക്ക് ഭയങ്കര വൈകുവായോ. കവിത അത് ഓർത്ത് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ട് വരും. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ നടക്കുമായിരുന്നു. നടന്നപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മേളിൽ നിന്നൊരു സാധനം അവിടെ നിങ്ങൾ ഉരുണ്ട് വരുന്നുണ്ട്. ആ കൂട്ട് കവിത കൊടുത്ത് വല്ല കല്ല് വരുമായിരിക്കും. കവിത എഴുതുമോ അത് കവിതയുടെ മണ്ടയ്ക്കാണ് വീട് വരയ്ക്കുന്ന കൊടുത്തൊരു കവിത മണ്ടയ്ക്ക് വീണാൽ നമ്മൾ ചത്തു, പിന്നെ നമ്മൾ ജീവിച്ചിരിക്കത്തില്ല. അപ്പൊ കവിത ആ ഉരുണ്ടു വരുന്ന സാധനം കവിത കാലുകൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തി നോക്കുമ്പോ എന്തുവാ? ചക്ക. ഈ ചക്ക ഉരുണ്ടു വന്നേ ഓർത്തോണം. കവിതയ്ക്ക് ഭയങ്കര വൈറ്റുഭാഗ്യവാ. കവിത എന്താണ്ടിച്ചാലും കിട്ടിയിരിക്കും കേട്ടോ. കവിതയ്ക്ക് ഭയങ്കര വൈറ്റുഭാഗ്യ. കവിതയ്ക്ക് ചക്ക കിട്ടി. ഈ നല്ല മധുരമായിട്ട് ഇതിനകത്ത് കുരുണ്ട്, പക്ഷെ അത് നമ്മൾ തിന്നില്ല വേണമെങ്കിൽ. പക്ഷെ ഈ ബീഡിങ് കഴിഞ്ഞുകൊണ്ട് അത് അവിടെ പോയി കഴിഞ്ഞാൽ മുളച്ച് വലിയ മരമായിട്ട് നമ്മുടെ വായ്പ ഇരുന്ന് ഇറങ്ങി വരും. അതുകൊണ്ട് അങ്ങനെ തിന്നല്ല. ഇത് ചക്ക വേവിച്ച് തിന്നാൻ പറ്റും, പിന്നെ ഇത് ഈ പഴുപ്പിച്ച് തിന്നാൻ പറ്റും. ഇതിന്റെ മണ്ടയിലെ ഈ സാധനം നമ്മൾ എടുക്കത്തില്ല. ഇത് പശുവിന് തിന്നത്തുള്ളൂ. പശു ഇതൊക്കെ തിന്നോളൂ. പശുവിന് മൊത്തം തിന്നാൻ പറ്റും. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പശു കാറ്റത്ത് ഒടിഞ്ഞ് വീട് കിടക്കുക. പാളൻകുടം പഴം. കവിത നാളെ പുട്ടിന് പഴം എങ്ങനെ കിട്ടുമെന്ന് ഓർത്തിരിക്കും വരുന്ന കവിത അതുകൊണ്ട് പാളൻകുടം പഴം വന്നേക്കുന്നു. എന്ത് അതിശയങ്ങൾ നടക്കുന്നത്. മിറാക്കിൾ ഓഫ് ഇന്ത്യ. ഇത് കണ്ടോ, പാളൻകുടം പഴം. ഈ പാളൻകുടം പഴം ആണെങ്കിലും നമുക്ക് തോരൻ വെക്കാൻ പറ്റും. പഴുത്ത് കഴിഞ്ഞാൽ പക്ഷെ പറ്റത്തില്ല. പഴുത്ത് കഴിഞ്ഞാൽ തോരൻ വെച്ചാൽ ഉണ്ടല്ലോ മധുരം വെക്കും. അതുകൊണ്ട് പഴുപ്പിച്ച് തോരൻ വെക്കരുത് ആരും. നമുക്ക് ഇത് പഴുത്ത് കഴിഞ്ഞാൽ പുട്ടിൻ്റെ കൂടെ നമ്മൾ തിന്നാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെയും തിന്നാൻ പറ്റും. പിന്നെ അട ഉണ്ടാക്കി തിന്നാൻ പറ്റും. അങ്ങനെ പല പല ബെനിഫിറ്റാണ് ഈ പാളൻകുടം പഴം കൊട്ടെ. പിന്നെ കവിത ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴും ഉണ്ടട്ടാ കൈതച്ചക്കയെ നിൽക്കുന്നു. കൈതച്ചക്ക ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ കിളികൾക്കൊക്കെ ഉണ്ട് എന്താ ജാട എന്നറിയാം. അവർക്കിതൊന്നും വേണ്ട. അവിടെ ഇങ്ങനെ നിൽക്കുക. ഞാൻ നോക്കുമ്പോ ഞാൻ പിന്നെ എടുത്തോണ്ട് പോകുന്നു. പിന്നെ കവിത നോക്കുമ്പോ മാങ്കോസ്റ്റി. ഇത് പക്ഷെ തറയെ വീണ് കിടക്കുക മാങ്കോസ്റ്റി. ഈ മാങ്കോസ്റ്റി ഇത് നമ്മൾ പൊളിച്ച് തിന്നുമ്പോൾ ഇതിനകത്ത് കുറെ ഒരു 5-6 അല്ലി കാണും. ആ അല്ലി എല്ലാം നമുക്ക് തിന്നാൻ പറ്റും, മൊത്തം തിന്നാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് നോക്ക്, ഇത് മുള്ളാത്ത. ഇത് മുള്ളാത്തെന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ ബെസ്റ്റാണ് പറയുന്നത്. ഈ മുള്ളാത്ത ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ മരത്തേൽ ഇങ്ങനെ നിൽക്കുക. ആ മരം ചാടി നിൽക്കുക മുള്ളാത്തയുടെ വെയിറ്റ് കൊണ്ട്. ആ മരത്തിനെ രക്ഷിക്കാൻ നമ്മുടെ കടമയല്ലേ. അപ്പൊ ഞാൻ ഒത്തും ഈ മുള്ളാത്ത ഇങ്ങ് പറിച്ചേക്കാം. അപ്പൊ മരം വളർന്നാലല്ല മുള്ളാത്ത ഉണ്ടാകത്തുള്ളൂ. അപ്പൊ മരത്തേന്ന് മുള്ളാത്ത നിന്ന് കഴിഞ്ഞാൽ മരത്തിനത് ക്ഷീണമാണ്. അപ്പൊ കവിത ഓർത്ത് മുള്ളാത്ത ഇങ്ങെടുത്തേക്കാം, മുള്ളാത്തയും കൂട്ടുന്നു. പിന്നെ ഇതിന്റെ കാര്യം ഒന്ന് പറയാൻ വന്നുപോയി. ഇതുണ്ടല്ലോ ഈ സാധനം ഈ സുര കൊണ്ടുപോയി നമ്മൾ മണ്ണി പൂത്തി വെക്കണം. ഇത് ഒടിച്ചിട്ട് മണ്ണി പൂത്തി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കൈതച്ചക്കയുടെ കുഞ്ഞുങ്ങളുണ്ടാകും. അത് പിന്നാണെങ്കിൽ ഇതൊക്കെ ഇത് ഞാൻ എടുത്തോണ്ട് വന്ന് ഒരു വിധത്തില്ല. ഇതുണ്ടല്ലോ ഇത് എടുത്തോണ്ട് വന്നപ്പോ അവിടെ കിടന്ന് എന്തോ ബഹളം ഒരുക്കിന്നറിയാമോ. അവള് പറയുമ്പോ അവൾ അവിടെ അറത്തിട്ടോണ്ടിരുന്നത് വീണ്ടും വന്നത് താപ്പോട്ട്. ഇങ്ങനെയൊക്കെ ഓരോരോ അവക്കാദികൾ എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്. ഇവളുണ്ടല്ലോ ഇവള് പറയുന്നത് ഇത് എന്റെ കാച്ചുവട്ടി വന്ന് ദൈവമായിട്ട് കൊണ്ടു തന്ന ചക്ക, അതെങ്ങനെ അവിടെയാവും? ഞാൻ കൊടുക്കത്തില്ല. ഇവൾ എന്തൊക്കെ പറഞ്ഞാലും കൊടുക്കത്തില്ല. കവിതയ്ക്ക് പ്ലാവില്ലാത്തോണ്ടല്ലോ കവിത ഒരു പൊട്ടിയില്ല. പക്ഷെ കൊണ്ടല്ലോ ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് ദൈവമുണ്ട്. കവിതയ്ക്ക് ദൈവമുണ്ട്. അല്ല പിന്നെ ഇത്രയും ഫ്രൂട്ട്സ് കവിതയ്ക്ക് തരുമോ? ഒന്ന് ചിന്തിച്ചു നോക്കും.